അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. നമ്മൾ ഇവിടെ അൽഫിയയിൽ പഠിച്ചു വരുന്നത് ഇഅ്റാബിൻ്റെ അലാമത്തുകളെ കുറിച്ചാണ്. ഇഅ്റാബിൻ്റെ അസ്ലിയായ അലാമത്തുകളുണ്ട്. അത് ഇഅ്റാബുകൾ റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. അതിൻ്റെ അസ്ലിയായ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു ദമ്മ്, ഫതഹ്, കസ്ർ, സുക്കൂൻ എന്നിവയാണ്. എന്നാൽ ഇതിന് പകരമായി വേറെ അടയാളങ്ങൾ വരും. അതിൽ അൽ അസ്മാ ഉസിത്ത അതിൻ്റെ അടയാളങ്ങൾ, അതേപോലെ അൽ മുസന്ന മുസന്നയുടെ അടയാളങ്ങൾ, ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ജംഉൽ മുദക്കരി സാലിമു, ജംഉൽ മുദക്കർ സാലിമിൻ്റെ ഇറാബിൻ്റെ അടയാളങ്ങളാണ് പഠിക്കാനുള്ളത്. അതും അസ്ലിയായ അടയാളങ്ങൾക്ക് പകരം ഹർഫുകൾ കൊണ്ടുള്ള അടയാളങ്ങളാണ്. അത് ഗ്രന്ഥകാരൻ പറഞ്ഞതാണ് നമ്മളിനി മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ജംഉ അൽ മുദക്കർ അസ്സാലിം, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ബൈത്ത് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുസന്നയെക്കുറിച്ച് പഠിച്ചു. ആ മുസന്നയെ നമ്മൾ എന്താണ് ഈ മുസന്ന എന്നുള്ളത് നമ്മൾ അവിടെ താരീഫ് ചെയ്തില്ല, നിർവചിച്ചില്ല. ആ നിർവചനം അനിവാര്യമാണ്. അപ്പോഴാണ് നമുക്ക് ജംഇൻ്റെയും നിർവചനം മനസ്സിലാക്കാൻ സാധിക്കുക. തയ്യിബ്, അൽ മുസന്ന നമ്മൾ പറഞ്ഞാൽ ദ്വിവചനാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു നിർവചനമുണ്ട് വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ. അതെന്താണ്? മുസന്ന എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ, അതൊരു പദമാണ്. ദാലുൻ, അത് അറിയിക്കുന്ന പദമാണ്. അലസ്നൈനി, രണ്ടെണ്ണത്തെ. എങ്ങനെ? ബി സിയാദത്തിൻ ഫി ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ സിയാദത്ത് കൊണ്ട്. സാലിഹുൻ ലി തജ്രീദ്, ഈ പദം തജ്രീദിന് ഉപരിക്തമായതാണ്, പറ്റുന്നതാണ്. വഅത്ഫി മിസ്ലിഹി അലൈഹി, അതുപോലുള്ളത് അതിന്മേൽ അത്ഫ് ചെയ്യാനും പറ്റുന്നതാണ്. എന്താണ് അത് പറഞ്ഞത്? ഇപ്പോൾ മുസന്ന എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ, അതൊരു പദമാണ്. ദാലുൻ അലസ്നൈനി, അത് രണ്ടെണ്ണത്തെ അറിയിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അസ്സൈദാനി, രണ്ട് സെയ്ദുമാർ. അസ്സൈദാനി, രണ്ട് സെയ്ദുമാർ. അപ്പോൾ സെയ്ദാനി എന്നുള്ളത് മുസന്നയാണ്. ലഫ്ദുൻ ദാലുൻ അലസ്നൈനി, അത് രണ്ടെണ്ണത്തെ അറിയിക്കുന്നുണ്ട്. ഇതേപോലെ ഷഫ്ഉൻ എന്നുള്ളതും എന്താണ്? രണ്ടെണ്ണത്തെ അറിയിക്കുന്ന പദമാണ്. ഷഫ്ഉൻ രണ്ടെണ്ണത്തെ അറിയിക്കും. ഷഫ് എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നർത്ഥം. വിത്ര ഒറ്റ, ഷഫ് ഇരട്ട. അപ്പോൾ ഷഫ് എന്നുള്ള പദവും രണ്ടെണ്ണത്തെ അറിയിക്കും. അസ്സൈദാനി എന്നുള്ളതും രണ്ടെണ്ണത്തെ അറിയിക്കും. ആ നിലയ്ക്ക് ഇത് രണ്ടും മുസന്നയാണ്. പക്ഷേ നമ്മുടെ വ്യാകരണത്തിലെ മുസന്ന അത് പ്രകാരം ഷഫ് ഒരിക്കലും എന്തല്ല, മുസന്നയല്ല. എന്തുകൊണ്ട്? ഇവിടെ ലഫ്ദുൻ ദാലുൻ അലസ്നൈനി, രണ്ടെണ്ണത്തെ അറിയിക്കുന്ന ലഫ്ദാണ്. ബി സിയാദത്തിൻ ഫി ആഖിരിഹി, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ സിയാദത്ത് വന്നുകൊണ്ട്. ഇപ്പോൾ ഇവിടെ സെയ്ദുൻ അല്ലെങ്കിൽ അസ്സൈദു എന്നതാണ്. സെയ്ദുൻ കേട്ടോ, ഈ സെയ്ദുൻ എന്നതിൽ അലിഫും നൂനും ഏറെ വന്നു. അങ്ങനെയാണ് ഈ മുസന്ന ഉണ്ടായത്. സെയ്ദുൻ സെയ്ദാനി കേട്ടോ, സെയ്ദുൻ സെയ്ദാനി. അപ്പോൾ ഇവിടെ സെയ്ദുൻ എന്ന ഏകവചനത്തിലേക്ക് അലിഫുൻ നൂനും ഏറെ വന്നിട്ടാണ് സെയ്ദാനി ഉണ്ടായത്. അപ്പോൾ ലഫ്ദുൻ ദാലുൻ അലസ്നൈനി, രണ്ടിനെ അറിയിക്കുന്ന പദമാണ് മുസന്ന. ബി സിയാദത്തിൻ ഫി ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ സിയാദത്ത് വരൽ കൊണ്ട് ഉണ്ടോ, അലിഫുൻ നൂനും സിയാദത്ത് ഏറെ വന്നു. അങ്ങനെയുള്ള പദമാണ്. അപ്പോൾ ഈ അനുബന്ധം കൊണ്ട്, ബി സിയാദത്തിൻ ഫി ആഖിരി എന്നുള്ള അനുബന്ധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഷഫ് എന്നുള്ളത് മുസന്നയല്ല. ഷഫ് എന്നുള്ളത് എന്തല്ല, മുസന്നയല്ല. കാരണം ഷഫിൽ എന്തില്ല, അവസാനത്തിൽ അലിഫുൻ നൂനും ഇല്ല. അപ്പോൾ അലിഫുൻ നൂനും അവസാനത്തിൽ ഏറെ വന്ന ലഫ്ദല്ല ആര്, ഷഫ് എന്നുള്ളത്. അത് രണ്ടെണ്ണത്തെ അറിയിക്കുന്നുണ്ടെങ്കിലും ശരി. അപ്പോൾ വ്യാകരണ പ്രകാരം ഷഫ് എന്തല്ല, മുസന്നയല്ല. കാരണം അത് അവസാനത്തിൽ സിയാദത്ത് വന്നുകൊണ്ടുള്ള രണ്ടിനെ അറിയിക്കുന്ന പദമല്ല. തയ്യിബ്, സാലിഹുൻ ലി തജ്രീദ്, തജ്രീദിന് ഉപരിക്തമായിരിക്കണം എന്നുള്ളതാണ്. അതെന്തിനാ പറഞ്ഞത്? ഇസ്നാനി ഇസ്നത്താനി എന്നതിന്
അതേപോലെ ഇസ്നത്താനി. ഇവിടെ ഇസ്നാനി ഇസ്നത്താനി എന്നുള്ളത് സാലിഹുല്ലി തജ്രീദല്ല, തജ്രീദിന് ഉപരിക്തല്ല. എന്താ ഈ പറഞ്ഞത്? ഇപ്പം സെയ്ദാനി എന്നതിൽ നിന്ന് ഈ അലിഫുൻ നൂനും ഒഴിവാക്കിയാൽ അലിഫുൻ നൂനും അതിനെ തജ്രീദ് ചെയ്താൽ, അതിനെ അലിഫ് നൂൻ എന്നതിൽ നിന്ന് ഈ സെയ്ദാനിയെ മുക്തമാക്കിയാൽ അതാണ് തജ്രീദ് പറഞ്ഞത്. ഓക്കെ, സെയ്ദുൻ ഉണ്ടോ? അപ്പോൾ സെയ്ദാനി എന്നുള്ളത് തജ്രീദിന് പറ്റും. കാരണം എന്താ? അതിൽ നിന്നുള്ള ഏറെ വന്ന അതിനെ അലിഫിനെയും നൂനെയും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സെയ്ദുൻ എന്നുള്ളത് പിന്നെ അത് പ്രയോഗത്തിലുണ്ട്. എന്നാൽ ഇസ്നാനി എന്നതിൽ നിന്ന് അലിഫുൻ നൂൻ ഒഴിവാക്കിയൊക്കെ ഇസ്നുൻ, അങ്ങനെ ഒരു പദമല്ല, അതിനൊരു പ്രയോഗമല്ല. അപ്പോൾ ഇസ്നാനി എന്നുള്ളത് തജ്രീദിന് പറ്റില്ല, ഗൈറു സാലിഹല്ലി തജ്രീദാണ്, തജ്രീദിന് പറ്റില്ല. കാരണം അതിലേറെ വന്ന ഈ അലിഫിനെയും നൂനെയും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ സെയ്ദാനി എന്നുള്ളതിൽ നിന്നുള്ള അലിഫിനെയും നൂനെയും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സെയ്ദ് എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ ലഫ്ദുൻ ദാലുൻ അൽ അസ്നൈനി രണ്ടെണ്ണത്തെ അറിയിക്കുന്ന പദമാണ്. ബി സിയാദത്തിൻ ഫി ആഖിരി, അതിൻ്റെ അവസാനത്തിൽ സിയാദത്ത് വരൽ കൊണ്ട്. സാലിഹുൻ ലി തജ്രീദി, ആ സിയാദത്ത് വന്നതിനെ തജ്രീദ് ചെയ്യാൻ, അതിനെ മുക്തമാക്കാൻ ഒഴിവാക്കാൻ പറ്റും വിധമുള്ള പദമാണ് ഏത്? മുസന്ന. വഅത്ഫി മിസ്ലിഹി അലൈഹി, മാത്രമല്ല സാലിഹുൻ അത് പറ്റുന്നതാണ്, ഉപയുക്തമാണ്. അത്ഫി മിസ്ലിഹി അതുപോലുള്ളത് അത്ഫ് ചെയ്യുവാൻ, അലൈഹി അതിന്മേൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അസ്സെയ്ദാനി എന്നുള്ളത് സെയ്ദുൻ വ സെയ്ദുൻ കണ്ടോ? സെയ്ദുൻ വ സെയ്ദുൻ അതാണ് സെയ്ദാനി. സെയ്ദുൻ വ സെയ്ദുൻ അതാണ് സെയ്ദാനി കണ്ടോ? അപ്പോൾ പിന്നെ അത്ഫ് മിസ്ലിഹി അതുപോലുള്ളത് അത്ഫ് ചെയ്യാൻ പറ്റും, അലൈഹി അതിന്മേൽ. അപ്പോൾ സെയ്ദുൻ സെയ്ദുൻ കണ്ടോ? അത്ഫിന് പറ്റും. ഇതെന്തിനാ പറഞ്ഞത്? ചില പദങ്ങളുണ്ട് അത് തെസ്നിയയാണെന്ന് തോന്നിപ്പോകും, പക്ഷേ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നൊന്നിന്മേൽ അത്ഫ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഖമറാനി, അൽ ഖമറാനി, അൽ ഖമറാനി കേട്ടോ, ഇത് കണ്ട മുസന്നയാണ്. പക്ഷേ ഇതിനെ സെയ്ദാനി എന്നുള്ളത് സെയ്ദുൻ വ സെയ്ദുൻ എന്ന് പിരിച്ചെഴുതുന്നത് പോലെ ഈ ഖമറാനിയെ അങ്ങനെ പിരിച്ചെഴുതാൻ പറ്റില്ല. കാരണം അതെന്താണ്? ഇത് അശംസു, ഇതിനെ പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ അശംസു വൽ ഖമറു, ഷംസു വൽ ഖമറു അതാണ് അൽ ഖമറാനി ഉണ്ടോ? അതേപോലെ തന്നെ അൽ അസ്വദാനി, അസ്വദാനി അതെന്താ? അൽമാഉ വത്തമ്രു. അൽ അസ്ഫറാനി അതെന്താ? അൽ അസ്ഫറാനി അസ്സഹബു വൽഫിദ്ദത്തു. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ സെയ്ദാനി എന്നുള്ളതിൽ സെയ്ദുൻ വസെയ്ദുൻ ഒന്നൊന്നിന്മേൽ അത്ഫ് ചെയ്യാൻ പറ്റും, അതാണ് രണ്ട് സെയ്ദുമാർ ഉണ്ടോ? എന്നാൽ അൽ ഖമറാനി കണ്ടാൽ മുസന്നയാണ് തോന്നും, പക്ഷേ അതെന്താണ്? ഒന്ന് ഷംസാണ്, മറ്റൊന്ന് ഖമറാണ്. അപ്പോൾ ഒന്നൊന്നിന്മേൽ അൽ ഖമറു വൽ ഖമറു എന്നല്ല. അതേപോലെ അൽ അസ്ഫറാനി അദ്ദഹബു അൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയാണ് അൽ അസ്ഫറാനി. അപ്പോൾ പിന്നെ അതെന്തല്ല, ഒന്നൊന്നിന്മേൽ അത്ഫ് ചെയ്യാൻ പര്യാപ്തമല്ല. സാലിഹുൻ ലി അത്ഫി മിസ്ലിഹി അലൈഹി അല്ല, ഗൈർ സാലിഹാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പിന്നെ അൽ ഖമറാനി എന്നുള്ളത് മുസന്നയല്ല, അൽ അസ്വദാനി എന്നുള്ളത് മുസന്നയല്ല, അസ്ഫറാനി എന്നുള്ളതൊന്നും എന്തല്ല, മുസന്നയല്ല. കാരണം പിന്നെ ഇത് ഒന്നിന്മേൽ അത്ഫ് ചെയ്യാൻ പറ്റിയ, അപ്പോൾ മുസന്നയിൽ രണ്ട് ഘടകമുണ്ട്, അത് ഒന്നിൽ അത്ഫ് ചെയ്യാൻ പറ്റും, ഒന്നൊന്നിൽ അത്ഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ മുസന്ന എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ ദാലുൻ അൽ അസ്നൈനി, രണ്ട് എന്ന അക്കത്തെ അറിയിക്കുന്ന പദമാകുന്നു മുസന്ന. ബി സിയാദത്തിൻ ഫി ആഖിരിഹി, ഷഫ്ഉ പോലെ ഇരട്ട രണ്ടെണ്ണത്തെ അറിയിച്ചാൽ പോരെ. പിന്നെയോ അതിൻ്റെ അവസാനത്തിൽ അലിഫും നൂനും ഏറെ വരൽ കൊണ്ട് രണ്ടെണ്ണത്തെ അറിയിക്കുന്ന പദമാണ്.
എന്ന് മാത്രമല്ല സാലിഹുല്ലി തജ്രീദി, ഈ ഏറെ വന്നതിനെ അലിഫ്നെയും നൂനെയും തജ്രീദ് ഒഴിവാക്കിയിട്ട് ഇത് പ്രയോഗിക്കാൻ സാധിക്കും വേണം. അപ്പോൾ അലിഫ് പിന്നെ ഉണ്ടാവും ജെയ്ദാനി എന്നുള്ളതിൽ നിന്ന് അലിഫും നൂനും പോയിട്ടുണ്ടെങ്കിൽ ജെയ്ദ് പ്രയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തജ്രീദിന് ഉപരിക്താണ്. മാത്രമല്ല വാത്തുഫി മിസ്ലിഹി അലൈഹി, ഇതിന് മുസന്നയിൽ 2 ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്നൊന്നിൽ അത്ഫ് ചെയ്യാൻ സാധിക്കുകയും വേണം. അസ്സെയ്ദാനി എന്നുള്ളതിൽ സെയ്ദ് വസെയ്ദ് അത്ഫ് ചെയ്യാൻ പറ്റും. അതെന്താണ് പറഞ്ഞത്? ഈ മുസന്നയുടെ കോലത്തിൽ ചില പ്രയോഗങ്ങളുണ്ട്. അൽ അസ്വദാനി, അൽ അസ്ഫറാനി, അൽ ഖമറാനി, അഷംസാനി, ഇങ്ങനെ പിന്നെ പ്രയോഗിക്കുന്ന, പിന്നെ അൽ ഉമറാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂബക്കർ ഉമർ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്. ഇതെന്തില്ല, അതിലാ 2 ഘടകങ്ങൾ ഒന്നൊന്നിന്മേൽ അത്ഫ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും എന്തല്ല നമ്മൾ വിശദീകരിച്ച മുസന്ന ഉണ്ടല്ലോ, ബിൽ ആലിഫി ഇർഫഇൽ മുസന്ന വകില ഇദാ ബി മുദ്മരിൻ മുദാഫിൻ ഉസില, ഈ മുസന്നയിൽ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ അത്ഫ് ചെയ്യാൻ പറ്റാത്തതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതാണ് മുസന്ന. ഇനി നമുക്ക് ജംഅ് അൽ മുദക്കർ അസ്സാലിമു, അതെന്താണ്? ജംഅ് മുദക്കർ സാലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഫ്ദുൻ ദാലുൻ അല അക്സറ മിൻ ഇസ്നൈനി എന്നാണ്. ലഫ്ദുൻ ദാലുൻ അല അക്സറ മിൻ ഇസ്നൈനി. അപ്പോൾ ഇവിടെ നമ്മൾ ലഫ്ദുൻ ദാലുൻ അല അക്സറ മിൻ ഇസ്നൈൻ, അലസ്നൈനി 2 അറിയിക്കുന്നത് എന്താണ്? പിന്നെ മുസന്നയാണ്. 2 കൂടുതൽ അറിയിക്കുന്നത് എന്താണ്? അതാണ് അൽ അക്സറ മിൻ ഇസ്നൈൻ, 2 കൂടുതൽ അറിയിക്കുന്ന ലഫ്ദ്. അതാണ് ആര്? പിന്നെ ജമ്മ്. അതാണ് ജമ്മ് മുദക്കർ സാലിം. സ്വാഭാവികമായിട്ടും ബിസിയാദത്തിൻ ഫി ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ ഏറെ വരൽ കൊണ്ട്. എങ്ങനെ? ഇപ്പോൾ മുസ്ലിമുൻ, ഇതിൻ്റെ ബഹുവചനം എന്താണ്? ജമ്മു മുദക്കർ സാലിം മുസ്ലിമൂന, മുസ്ലിമൂന. കണ്ട ഇവിടെ മുസ്ലിമൂന, വാവും നൂനും ഏറെ വന്ന് അവസാനത്തിൽ. അപ്പോൾ അവസാനത്തിൽ ഏറെ വരൽ വന്നുകൊണ്ടുള്ള 2 കൂടുതൽ അറിയിക്കുന്ന ലഫ്ദാണ് ആര്? ജംഉ അൽ മുദക്കർ അസ്സാലിം. വേറെയും അതിന് ചില പിന്നെ അനുബന്ധങ്ങളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ അത് വഴിയെ മനസ്സിലാക്കാം. ഏകവചനത്തിൻ്റെ അവസാനത്തിൽ ഏറെ അക്ഷരങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള 2 കൂടുതൽ അറിയിക്കുന്ന പദമാണ് ജംഉൽ മുദക്കർ അസ്സാലിം. ഇവിടെ അൽ മുദക്കർ പുല്ലിംഗാണ്, ജംഉൽ മുദക്കർ മുദക്കറിൻ്റെ ബഹുവചനാണ്. ആ ജമ്മ് അസ്സാലിമു സാലിമായ ജമ്മാണ്. എന്താ ഈ പറഞ്ഞത്? ജമ്മ് പല രീതിയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മളതിൻ്റെ ഒരു പ്രത്യേക ജമ്മിനെ വായിക്കണം. ഇതിൻ്റെ പ്രയോഗം ഒന്ന് മനസ്സിലാക്കാൻ. ജമ്മു തക്സീറുണ്ട്, ജംഉ തസ്ഹീഹ് ഉണ്ട്. എന്താ ജമ്മു തക്സീറും ജമ്മു തസ്ഹീഹും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ റജുലുൻ ഇതിൻ്റെ ജമ്മ എന്താണ്? റിജാലുൻ. ഇതിന് ജമ്മു റജുലുൻ ഒരാൾ, റിജാലുൻ കുറേ ആളുകൾ. ഇത് ജമ്മാണ്, ഇത് മുഫ്രദാണ്. ഇവിടെ ഈ ജമ്മിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഏകവചനം മുഫ്രദ്, അതിൽ നിന്ന് കുറേ വ്യത്യാസങ്ങൾക്ക് വിധേയമാണ് ഈ ജമ്മ്. എങ്ങനെ വ്യത്യാസം? ഇപ്പം റ എന്നുള്ളത് ഇവിടെ റി എന്നാണ്, അപ്പം മാറ്റം വന്നു. പിന്നെ ഇവിടെ റജു ജു എന്നാണ്, ഇവിടെ അത് ജാനായി, ദമ്മക്ക് പകരം ഇവിടെ ഫതഹത്തായി. പിന്നെ ഇവിടെ അലിഫ് ഏറെ വന്ന്, റിജാ അലിഫ് ഏറെ വന്ന്. അപ്പോൾ ഹറക്കത്തിലും വ്യത്യാസം, ഏറെ ഹറഫും വന്ന്, അങ്ങനെയാണ് ഈ ജമ്മ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുഫ്രദിൽ തക്സീർ മാറ്റം വന്നിട്ടാണ് ഈ ജമ്മ. അതുകൊണ്ട് ഇത്തരം ജമ്മുകളെക്കുറിച്ച് ജമ്മു തക്സീർ എന്നാണ് പറയുക. ജമ്മു തക്സീർ, മുഫ്രദിൽ മാറ്റം വന്നുകൊണ്ടുള്ളതായ ജമ്മ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം എഴുതിയ പിന്നെ മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിനുൻ, ഇതിൻ്റെ ജമ്മ എന്താണ്? ഇതിൻ്റെ ജമ്മു മുഅ്മിനൂന എന്നാണ്. മുഅ്മിനൂന. ഇവിടെ വാവും നൂനും
ഏകവചനത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടാണ് ഈ ജമ്മുണ്ടായത്. മനസ്സിലല്ലേ? പക്ഷേ ഏകവചനത്തെ നോക്കൂ നിങ്ങൾ, മുഅ്മിൻ എന്നത് ഇവിടെ ഉണ്ട്, മുഅ്മിനു ഇവിടെ ഉണ്ട്. അതിനെന്തില്ല, ഇതിൽ വന്നതുപോലെ മാറ്റം കാണുന്നില്ല. മനസ്സിലല്ലേ? ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ പിന്നെ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ ഉണ്ട്. മുഅ്മിനത്തുൻ ഉദാഹരണത്തിന് നമ്മൾ എഴുതാം, മുഅ്മിനത്തുൻ, മുഅ്മിനത്തുൻ. ഓക്കെ, ഇതിൻ്റെ ബഹുവചനം എന്താണ്? മുഅ്മിനാത്തുൻ. ഇവിടെയും ഏകവചനം അത് അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അതിലെന്തില്ല, മുഅ്മിൻ എന്നുള്ള ഈ അസിലെന്തില്ല, ഇവിടെ മാറ്റം വരുന്നില്ല. ഇത്തരം ഏതിൽ മാറ്റം വന്നതുപോലെ ഇവിടെ ഈ റജുലുൻ, റിജാലുൻ, ഖലമുൻ, അഖ്ലാമുൻ. ഖലമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം നോക്കിയേ, ഖലമുൻ ഒരു പേന, അഖ്ലാം പേനകൾ. നോക്കി എത്ര മാറ്റം വന്നു. ഇതിൽ ഹംസ തുടക്കത്തിൽ വന്നു, ഇവിടെ ഫതഹത്താണ്, കാക്ക് അത് ഇവിടെ സുക്കൂനായി, പിന്നെ ലാമിന് ശേഷം അലിഫ് ഏറെ വന്നു. ഉണ്ടോ? കുറേ മാറ്റങ്ങൾക്ക് വിധേയമായി. ഹർഫുകൾ ഏറെ വന്നു, ഹറക്കത്തിൽ മാറ്റം വന്നു. ഇങ്ങനെയുള്ള ജമ്മിനാണ് ജമ്മു തക്സീർ എന്ന് പറയാം. എന്നാൽ ആ ഒരു മാറ്റം പിന്നെ മുഫ്രദിൽ അതിനെ ജമ്മാക്കുമ്പോൾ എവിടെ കാണുന്നില്ല? പിന്നെ ഈ മുഅ്മിനൂൻ എന്നതിൽ, അതേപോലെ മുഅ്മിനാത്ത് എന്നതിൽ കാണുന്നില്ല. മനസ്സിലായി? ഇത്തരം ജമ്മുകളെ ജമ്മു തസ്ഹീഹ് എന്ന് പറയും. മാറ്റം വരുന്നതിനെ ജമ്മു തക്സീർ എന്ന് പറയും. മനസ്സിലായോ? തയ്യബ്. ഇനി നമ്മൾ ജമ്മു അൽ മുദക്കർ അസാലിമിലേക്ക് വന്നാൽ, എന്തിനാണ് ഈ ജമ്മുൽ മുദക്കർ അസാലിം എന്നുള്ളിടത്ത് അസാലിം വന്നത്? ഇപ്പോൾ ഇവിടെ മുഅ്മിൻ എന്നുള്ളത് മുദക്കറാണ്, മുഅ്മിൻ വിശ്വാസി, മുഅ്മിനത്തുൻ വിശ്വാസിനി. അപ്പോൾ ഇവിടെ ജമ്മുൽ മുദക്കർ ഏതാണ്? മുഅ്മിൻ. അതാണ് പിന്നെ അതിൻ്റേതാണ് മുഅ്മിനൂൻ എന്നുള്ള ജമ്മ, മുദക്കറിൻ്റെ ജമ്മാണ്, മുദക്കറിൻ്റെ ജമ്മാണ് മുഅ്മിനൂൻ എന്നത്. ഓക്കെ, അത് അസാലിമു, മാറ്റത്തിൽ നിന്ന് സുരക്ഷിതമായ ജമ്മാണ്. മാറ്റത്തിൽ നിന്ന്, അസാലിം എന്ന് പറഞ്ഞാൽ സുരക്ഷിതം എന്നർത്ഥം. എന്ത് സുരക്ഷിതം? ഏകവചനത്തിൽ മാറ്റം ജമ്മാക്കുമ്പോൾ മാറ്റം വരുന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വം ആണ്. ഏകവചനത്തെ ജമ്മാക്കുമ്പോൾ ഏകവചനത്തിന് മാറ്റം വരുന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വം, അതാണ് സാലിം. അപ്പോൾ ജമ്മുൽ മുദക്കർ, മുദക്കറിൻ്റെ ജമ്മാണ് അസാലിമു മിനത്തഗീർ, മാറ്റം വരുന്നതിൽ നിന്നുള്ള, മാറ്റത്തിരുത്തൽ വരുന്നതിൽ നിന്നും സുരക്ഷിതമായ ജമ്മ്. അപ്പോൾ ഉദ്ദേശം ഇത്തരം ജമ്മുകളാണ്. മുഅ്മിനുൻ മുഅ്മിനൂന, മുസ്ലിമുൻ മുസ്ലിമൂന, മുത്തഖി മുത്തഖൂന. ഇങ്ങനെ ഏകവചനത്തിൽ തഗീർ മാറ്റം വരുത്തുക, അതിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ജമ്മ്, അങ്ങനെ ഒരു ഗണമുണ്ട്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വരും ജംഉ അൽ മുഅന്നസ് അസ്സാലിം. ജംഉ അൽ മുഅന്നസ് അസ്സാലിം അതേതാണ്? അതാണ് ഈ മുഅ്മിനത്തുൻ മുഅ്മിനാത്തുൻ. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ ഉദാഹരണത്തിൽ മനസ്സിലാക്കാം. ഏതായാലും ഇപ്പോൾ നമ്മളിവിടെ ജമ്മ് രണ്ട് രീതിയിലുണ്ട്, ജമ്മു തക്സീർ, മറ്റൊന്ന് ജമ്മു തസ്ഹീഹ്. ജമ്മു തക്സീർ അതാണ്, പിന്നെ അതിന് വേറെയും വകുപ്പുകളുണ്ട്. ഇനി ഇതും ജമ്മു ഖില്ല, ജമ്മു കെസറ എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പ്, അത് ജമ്മു ഖില്ല കുറച്ച് ഐറ്റം, ജമ്മു കെസറ കുറേ ഐറ്റം, ഇങ്ങനെ വേറെ ഉണ്ട്. ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുഫ്രദിൽ ഏകവചനത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായി വരുന്ന ജമ്മാണ്. ജമ്മു തസ്ഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകവചനത്തിൽ മാറ്റം വരാതെ വരുന്ന ജമ്മാണ്. അത് ജമ്മു മുഅന്നസ് അസ്സാലിമുണ്ട്, ജമ്മുൽ മുഅന്നസ് അസ്സാലിമുണ്ട്, ജമ്മു അൽ മുദക്കർ അസ്സാലിമുമുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് ഇതാണ്, ജമ്മു തസ്ഹീഹ് ജമ്മുൽ മുദക്കരി സാലിം എന്നുള്ള ജമ്മാണ്. ഇതാണ് ഇവിടെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഈ എന്താണ് മുസന്ന, എന്താണ് ജം അൽ മുദക്കർ അസ്സാലിം? ജമ്മുൽ മുദക്കർ എന്ന് പറയുമ്പോൾ പുല്ലിംഗത്തിൻ്റെ ഏകവചനം പുല്ലിംഗമായ പദങ്ങളുടെ ജമ്മാണ്. അതിന് അസ്സാലിം എന്ന വിശേഷണം ആ ജമ്മിന് നൽകിയത് എന്തിനാണ്? അസ്സാലിമു മിനത്തഗീർ ഫി മുഫ്രദിഹി, അതിൻ്റെ ഏകവചനത്തിൽ തഗീർ മാറ്റം വരുത്തുക എന്നതിൽ നിന്ന് ആ ജമ്മ് സുരക്ഷിതമാണ്. അതിൻ്റെ ഏകവചനത്തിൽ അതിനെ ജമ്മാക്കുമ്പോൾ, ഏകവചനത്തെ ജമ്മാക്കുമ്പോൾ മാറ്റം
വരുത്തുക എന്നതിൽ നിന്ന് ഇത് സുരക്ഷിതമാണ്. മുഫ്രദ് സുരക്ഷിതമാണ്, സാലിം ആണ്, സുരക്ഷിതമാണ്. ആര്? മുഫ്രദ്. എപ്പോൾ? അതിനെ ജംആക്കുമ്പോൾ. അതോ മുഅ്മിനുൻ മുഅ്മിനൂന, മുസ്ലിമുൻ മുസ്ലിമൂന, ഇങ്ങനെ. ഇപ്പോൾ ആമിറുൻ ആമിറൂന, ഖായിമുൻ ഖായിമൂന, ഇങ്ങനെ. പിന്നെ ഏകവചനം അത് മാറ്റത്തിരുത്തലിന് വിധേയമാവുകയില്ല എപ്പോൾ? അതിനെ ജംആക്കുമ്പോൾ. അങ്ങനെയുള്ള പിന്നെ മുദക്കറായ പദങ്ങളുടെ ജമ, അതാണ് ജമ്മുൽ മുദക്കരി അസാലിം എന്ന് പറയുന്ന ജമ. ജമ്മകൾ നമുക്കിനി വരും. ജമ്മ എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വലിയ അധ്യായമാണ്. പിന്നെ ജമ്മ തക്സീർ തന്നെ ഞാൻ പറഞ്ഞില്ല, ജമ്മുൽ ഖില്ല, ജമ്മുൽ കസ്റ, പിന്നെ ജമ്മുൽ ഖില്ല കുറേ ഇനങ്ങൾ, ജമ്മുൽ കസ്റ കുറേ ഇനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ജമ്മുകൾ മുൻതഹൽ ജമ്മ, ജമ്മുൽ ജമ്മ, ഇങ്ങനെ പിന്നെ പല ജമ്മുകളുണ്ട്. ജമ്മു മുദക്കർ അസാലിം, അതിൻ്റെ ഏറാബാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ജമ്മുൽ മുഅന്നസ് അസാലിം ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയിൽ വരും. അതിൻ്റെ ഏറാബ് നമ്മൾ ഇനി പഠിക്കും. ജംഅ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ വിശാലമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അൽഫിയയിൽ വഴിയെ വരും. നമുക്കത് ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്കിതിൻ്റെ ഈ ബെയ്ത്തിൻ്റെ ഷറഹിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ജംഉൽ മുദക്കർ അസാലിം എന്ന് പറയുമ്പോൾ എന്താണ് ഈ അൽ മുദക്കർ അസാലിം എന്നുള്ള ഈ പിന്നെ പേരുകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ അനുബന്ധങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതിൻ്റെ ഒരു പിന്നെ വിഷയമാണ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് വർഫ ബി വാവിൻ വബി യജ്റുർ വൻസിബി സാലിമ ജംഇ ആമിരി വ മുദ്നിബി. ജംഉ അൽ മുദക്കർ അസാലിമിന് എങ്ങനെയാണ് അതിൻ്റെ ഇഅ്റാബ്? അങ്ങനെ ഇഅ്റാബ് ചെയ്യാൻ ഈ ജംഇന് എന്തൊക്കെയാണ് നിബന്ധന? ഗ്രന്ഥകാരൻ എന്തിനാണ് പിന്നെ ഇവിടെ ഈ ഒരു ശൈലിയിൽ ഈ ഒരു കവിത കൊണ്ടുവന്നത്? നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹ്.